ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 1-ലെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന പോയത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ്? എന്തുകൊണ്ടാണ് സ്പീക്കർ അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി പാടുന്നത്? ദ സ്പീക്കർ സിംഗ്സ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ബിക്കോസ് ഹി സീസ് വണ്ടർഫുൾ സൈറ്റ്സ് ലൈക്ക് ദ സൺ, ദ സ്റ്റാർസ്, ദ ബ്യൂട്ടിഫുൾ യൂണിവേഴ്സ് എക്സെട്ര. ഒരുപാട് വണ്ടർഫുൾ ആയിട്ട് അമേസിംഗ് ആയിട്ടുള്ള സീൻസ് കാണുന്നുണ്ട്. എന്തൊക്കെ സീനാ? സണ്ണിനെ കാണുന്നു, സ്റ്റാർസിനെ കാണുന്നു, ബ്യൂട്ടിഫുൾ യൂണിവേഴ്സിനെ കാണുന്നു. ആൻഡ് ഹി ഫീൽസ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് വിത്ത് ഹിസ് ഫീറ്റ് ആൻഡ് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. പുൽനാമ്പുകളുടെ സ്പർശനം അദ്ദേഹത്തിൻ്റെ കാലിലേൽക്കുന്നു, ഒപ്പം പൂക്കളുടെ സൗരഭ്യവും കിട്ടുന്നു. ദർ ഈസ് ജോയ് ഓൾ അറൗണ്ട്. മൊത്തത്തിലെ എല്ലായിടത്തും സന്തോഷമാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു തിങ്ക് ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? എന്താണ് ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദ പാസിംഗ് ഓഫ് ടൈം, കടന്നു പോകുന്ന സമയമാണ്. ദ റൈസിംഗ് ആൻഡ് ഫോളിംഗ് ഓഫ് ദ സീസ് ഇൻഡിക്കേറ്റ് ദാറ്റ്. കടലിലെ വേലിയേറ്റങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ദുഃഖം വന്നാൽ ഉടനെ തന്നെ എന്തെങ്കിലും സന്തോഷിക്കേണ്ടതായ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതും കടന്നു പോകും എന്നുള്ളൊരു കോട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ വേൾഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. കവിതയിൽ കാണുന്ന ലോകാത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ദ വേൾഡ്ലി വണ്ടേഴ്സ് ഇൻ ദ പോയം ആർ ദ സൺ, ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ദ റൈസിംഗ് ആൻഡ് ഫോളിംഗ് സീസ്, ഫീലിംഗ് ഓഫ് ദ ടച്ച് ഓഫ് ഗ്രാസ് ആൻഡ് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. എന്തൊക്കെയാണ്? സൂര്യൻ, നക്ഷത്രങ്ങൾ, പ്രപഞ്ചം, പിന്നെ കടലിലെ വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ, പുൽനാമ്പുകളുടെ സ്പർശനം, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ സൗരഭ്യം. ഇതൊക്കെയാണ് വേൾഡ്ലി വണ്ടേഴ്സ് ആയിട്ട് കവി ഈ പോയത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മാഡൻഡ് ദ പോയറ്റ്സ് മൈൻഡ്? എന്താണ് കവിയുടെ മനസ്സിനെ ഭ്രാന്തമാക്കിയത്? വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ് വിത്ത് ഹിസ് ഫീറ്റ് ടച്ചിങ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ആൻഡ് എൻജോയിങ് ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്ലവേഴ്സ് മാഡൻഡ് ദ പോയറ്റ്സ് മൈൻഡ്. വനത്തിലൂടെ നടക്കുമ്പോൾ കവി അനുഭവിക്കുന്ന പുൽനാമ്പുകളുടെ സ്പർശനവും പൂക്കളുടെ സുഗന്ധവുമാണ് കവിയുടെ മനസ്സിനെ ഭ്രാന്തമാക്കിയത്. അടുത്തത് നോക്കാം. വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹാർട്ട്? എന്തുകൊണ്ടാണ് കവി ചെവി കൂർപ്പിച്ചതും കണ്ണു തുറന്നതും ഹൃദയം ഓപ്പൺ ചെയ്തതും ഹൃദയം തുറന്നതും? എന്തുകൊണ്ടാ? The speaker pricks his ears, opens his eyes and bares his heart because he is searching for the unknown in the midst of the known. അദ്ദേഹം അറിയപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നടുവിൽ അറിയപ്പെടാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ശക്തിയെ അന്വേഷിക്കുകയാണ്. What do you think the poet means by in the midst of the known I have sought the unknown? അറിയാവുന്നതിൻ്റെ ഇടയിൽ ഞാൻ അറിയാൻ പാടില്ലാത്തതിനെ അന്വേഷിച്ചു എന്നുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? The poet means that in the midst of all the wonders he can see and enjoy, he is looking for the unknown power, God, who made all these which bring joy and peace to all those who live here. തനിക്ക് കാണാവുന്ന ആസ്വദിക്കാവുന്ന എല്ലാ അത്ഭുതങ്ങളുടെയും നടുവിൽ അദ്ദേഹം കാണാൻ പറ്റാത്ത ഒരു ശക്തിയെ അന്വേഷിക്കുകയാണ്. ആ ശക്തി ആരാണ്? ദൈവമാണല്ലേ. ഗോഡ് ഹു മെയ്ഡ് ഓൾ ദീസ് വിച്ച് ബ്രിങ് ജോയ് ആൻഡ് പീസ് ടു ഓൾ ദോസ് ഹു ലിവ് ഹിയർ. അപ്പം ഈ ഗോഡാണ്, ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചത് ദൈവമാണ്. അപ്പം ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതും ഈ ദൈവമാണ്. അപ്പം ആ ശക്തിയെയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. അടുത്തത് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം അനദർ പോയം ദ സാൻഡ്സ് ഓഫ് ഡി ബൈ ചാൾസ് കിങ്സ്ലി. ചാൾസ് കിങ്സ്ലി എഴുതിയ ദ സാൻഡ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞ പോയത്തിലെ 4 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. The phrase and call the cattle home is used 3 times. 3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? Such repetitions are called refrain. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ആ ബോക്സിൽ എഴുതിയിരിക്കുന്നതും കൂടി ഒന്ന് വായിക്കാം. A refrain is a line or phrase that is repeated within the lines or stanzas. ഒരു സ്റ്റാൻസയിലോ അല്ലെങ്കിൽ ഒരു ലൈൻസിലോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഫ്രേസിനെയാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻസയിൽ തന്നെ അല്ലെങ്കിൽ അടുത്തടുത്തായിട്ടാണ്
റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്ന് അടുത്തടുത്താണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പോയത്തിലും ഇതുപോലെ ഈ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന് പറഞ്ഞ പോയത്തിലും ഇതുപോലെ റിപ്പീറ്റഡ് ഫ്രേസ് ഉണ്ട്, റിപ്പീറ്റഡ് ലൈൻ ഉണ്ട്. പക്ഷേ അത് അടുത്തടുത്തല്ല, ഓരോ സ്റ്റാൻസയിലുമായിട്ടാണുള്ളത്. അതിനെ നമ്മൾ റിഫ്രെയിൻ എന്നാണ് വിളിക്കുക. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോയം, റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ പോയത്തിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ ഏതാണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആ ഒരു ലൈൻ തന്നെയാണല്ലേ. ഓരോ സ്റ്റാൻസ കഴിയുമ്പോഴും ലാസ്റ്റത്തെ ലൈൻ ഈ വരിയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അടുത്തത് നോക്കാം. വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. എന്താണ് സ്പീക്കറിലെ വണ്ടറും അമേസ്മെൻറ്റും നിറയ്ക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതുമാണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് സ്റ്റാർസ്. ആകാശത്തിലെ നക്ഷത്രങ്ങളും സൂര്യനും ഒക്കെ അദ്ദേഹത്തെ വണ്ടർ ആക്കുന്നുണ്ട്. പിന്നെ എന്തെഴുതാം? ദി യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, ടച്ച് ഓഫ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് വിത്ത് ദ ഫീറ്റ്, ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. ഇതൊക്കെയാണ് കവിയെ വണ്ടറും അമേസ്മെൻറ്റും ആക്കി തീർക്കുന്നത്. ഈ പോയത്തിൽ ഓരോ സ്റ്റാൻസയിലും കവിയെ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പോയം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ നോക്കാം. ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയർസ്. അപ്പോൾ പോയത്തിലുള്ള വാക്കുകളാണ്, അതിനെ കറക്റ്റ് പെയറായിട്ട് എഴുതണം. ആദ്യത്തെ എഴുതിയിട്ടുണ്ട് സ്വേഡ് വേൾഡ് അല്ലെ. വേൾഡ് ഈ സ്വേഡ് എന്നുള്ളത് പോയത്തിലുണ്ട്. എഴുതി നോക്കാം. ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ഗ്രാസ് ബ്ലേഡ്സ്, മൈൻഡ് മാഡൻഡ്, വെയിൻസ് റേസിംഗ്, സ്വേഡ് വേൾഡ്. ഇറ്റ് ഈസ് ഈസി റൈറ്റ്. നാലാമത്തെ നോക്കാം. ലെറ്റ്സ് റീവിസിറ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ. The sky is full of the sun and the stars. The universe is full of life. Among all these, I have found a place, and in wonder and amazement I sing. ഞാനിത് വായിച്ചപ്പോൾ തന്നെ ഒരു സൗണ്ട് ഫീൽ ചെയ്തു അല്ലേ. ഫസ്റ്റത്തെ ലൈൻ വായിച്ചപ്പോൾ തന്നെ ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. അപ്പോൾ അതിൽ എസ് എന്ന സൗണ്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സൗണ്ട്. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനിഷ്യൽ സൗണ്ട് ഇൻ സ്കൈ ഈസ് റിപ്പീറ്റഡ് ഇൻ സൺ ആൻഡ് സ്റ്റാർസ് ഓൾസോ. ദിസ് റിപ്പീറ്റേഷൻ ഈസ് കോൾഡ് alliteration. The repetition of initial consonant sounds of a word in the same line of a poem is called alliteration. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ലൈനിൽ തന്നെ ആയിരിക്കണം റിപ്പറ്റീഷൻ ഓഫ് ഇനിഷ്യൽ കോൺസണൻറ്റ് സൗണ്ട്സ്. ആദ്യത്തെ അക്ഷരമായിരിക്കണം, ആദ്യത്തെ കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കൈയുടെ നോക്കിക്കേ, എസ്, സ്കൈ ആദ്യത്തെ അല്ലേ, ആദ്യത്തെ കോൺസണൻറ്റ് സൗണ്ടാണ് എസ്. സണ്ണിലും ആദ്യത്തെ ആണ് എസ്, സ്റ്റാർസിലും ആദ്യത്തെയാണ് എസ്. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അത് സെയിം ഒരു ലൈനിൽ തന്നെ ആയിരിക്കണം, രണ്ടാമത്തെ ലൈനിലേക്ക് വെച്ച് നോക്കരുത്. സെയിം ലൈനിൽ തന്നെയാണോ ഇങ്ങനെ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 4 പ്രാവശ്യം എത്ര വേണേലും റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോൺസണൻറ്റ് സൗണ്ട്സിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. ഇതിൽ വേഴ്സ് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രൊനൗൺസിയേഷൻ സൗണ്ടാണ് നോക്കേണ്ടത്, ലെറ്റേഴ്സ് അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. ഗ സൗണ്ട് റിപ്പീറ്റ് ചെയ്തു അല്ലേ. ഗിഫ്റ്റിലെ ഗ, ഗ്ലാഡ്നെസ്സിലെ ഗ. അങ്ങനെ ആ 2 ഇനിഷ്യൽ കോൺസണൻസ് റിപ്പീറ്റ് ചെയ്തു വന്നു. സോ അലിട്രേഷൻ. മാഡൻഡ് മൈ മൈൻഡ്, എം എം എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്തു വന്നു. ദെൻ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്തത്. എഫ് അല്ല, എഫ് എന്ന് പറയുന്നത് ഫ് സൗണ്ട് അല്ലേ. ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് ആ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ദീസ് ആർ ദ അലിട്രേഷൻ എക്സാമ്പിൾസ് ഫോർ അലിട്രേഷൻ. ഇത്രയുമാണ് ഈ പോയത്തിലെ ആക്ടിവിറ്റീസ്. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.